ഒരാളെ മാത്രം നമ്മുടെ ലോകമായി കാണുന്നതാണ് തെറ്റ്. അവർക്ക് അവരുടേതായ ലോകമുണ്ടെന്ന് മനസ്സിലാക്കാതെ പോകുന്നത് അതിലും വലിയ തെറ്റ്. പൂവിൽ തേനുണ്ടെന്ന് കരുതി കായ മധുരിക്കണമെന്നില്ല. അതുപോലെയാണ് ചില മനുഷ്യരും. വാക്കുകളിൽ സ്നേഹമുണ്ടെന്ന് കരുതി ഹൃദയത്തിൽ സ്നേഹമുണ്ടാകണമെന്നില്ല. കോപത്തിലും സ്നേഹത്തിലും മിതത്വം പാലിക്കുക. കാരണം ശത്രു ഒരു നാൾ മിത്രമായേക്കാം, മിത്രം ഒരു നാൾ ശത്രുവും. തെറ്റുകൾ തിരുത്തുക, എന്നാൽ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി പ്രയത്നിക്കുക. അതൊരു വിഫല ശ്രമമാണ്. ആരെയും ഉപദേശിച്ച് നന്നാക്കണമെന്ന് വിചാരിക്കരുത്. അവനവൻ തന്നെ വിചാരിക്കാതെ ആരും നന്നാവില്ല. ഉപദേശിക്കാൻ ചെല്ലുന്നവരെ ശത്രുവായി കാണുകയേ ഉള്ളൂ. കഠിനാധ്വാനം ചെയ്യേണ്ട പ്രായത്തിൽ നിങ്ങൾ വിശ്രമിച്ചാൽ വിശ്രമിക്കേണ്ട പ്രായത്തിൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. ഇതുറപ്പായ കാര്യമാണ്. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത എന്തൊക്കെയോ നന്മകൾ ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുണ്ടാകും. അതിൽ നന്ദിയും സന്തോഷവും ഉള്ളവരായിരിക്കുക. പിന്നിൽ നിന്നും കുത്തുന്നവരോട് നന്ദി പറയാൻ മടിക്കരുത്. കാരണം നമ്മൾ ഇപ്പോഴും അവർക്ക് മുന്നിൽ തന്നെയാണെന്ന് അവരാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് 1000 ശത്രുക്കൾ ഉണ്ടാകും. മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് 1000 മിത്രങ്ങളും ഉണ്ടാകും. എന്താകുമെന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. ഇന്നലകളുടെ നൊമ്പരങ്ങളാവാം ഇന്നിന്റെ വിങ്ങലുകൾ. പക്ഷെ ആ വിങ്ങലുകൾ നാളെയുടെ പുഞ്ചിരികളാകാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം. ജീവിതത്തിന്റെ ഭാഗമാണ് പരാജയം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയാൽ ഒരു പരിധിവരെ പരാജയത്തെ നിയന്ത്രിക്കാം. ഒരിക്കലും നേടില്ലെന്ന് കരുതിയ പല സ്വപ്നങ്ങളും നമുക്ക് കയ്യെത്തിപ്പിടിക്കാം. പരിശ്രമം തുടരുക തന്നെ ചെയ്യുക. ചിലപ്പോൾ നാളത്തെ വിജയി നിങ്ങളായിരിക്കാം. ഏതൊരു നല്ല പ്രവൃത്തിയിലും ആളുകൾ കുറവുകൾ കണ്ടുകൊണ്ടിരിക്കും. എത്ര ശരികൾ ചെയ്താലും ആളുകൾ നമ്മുടെ കുറവുകളിലേക്കാണ് ഉറ്റുനോക്കുക. തോറ്റുപോയല്ലേ എന്ന് കരുതി വിഷമിക്കാതെ എന്തുകൊണ്ട് തോറ്റുപോയി എന്ന് വിശകലനം ചെയ്യുക. വിജയത്തിന്റെ രഹസ്യം കണ്ടെത്തി പ്രവർത്തിക്കുക. കൂടെ ആളുണ്ടെന്ന ധൈര്യത്തിൽ നടന്നു തുടങ്ങരുത്. ഒറ്റയ്ക്കാണെന്ന് കരുതി കാലുറപ്പിച്ച് മുന്നോട്ട് നടക്കുക. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ല. സ്നേഹിക്കുന്ന സ്ത്രീയോട് നിങ്ങളുടെ വരുമാനവും ഭാവി പദ്ധതികളും തുറന്നു പറയരുത്. വെള്ളം കോരി ഒഴിച്ചു കൊടുത്ത് മാത്രം വളർത്തിയ ഒരു ചെടിയും ഇന്നേ വരെ വൻ വൃക്ഷമായിട്ടില്ല. സ്വന്തം വേരുകൾ കൊണ്ട് ജലം കണ്ടെത്തിയവ മാത്രമേ വൻ വൃക്ഷമായി വളർന്നിട്ടുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.